പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ ശതമാനം ലിറ്ററസി 12%. മനുഷ്യന്റെ ശരാശരി ആയുസ്, ഇന്ത്യക്കാരന്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷന് യാതൊരുവിധ മാർഗങ്ങളുമില്ല. റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല. ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല. മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര വാഹനങ്ങളുമില്ല. ഇന്ത്യയെ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 10-50 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെന്ന ബോധ്യമുള്ള എനിക്ക് ഒരു പൗരനെന്ന നിലയിൽ എന്റെ പൗരബോധത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു.